ബുർജ് ഖലീഫിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇതേ ചോദ്യം 12 കൊല്ലം മുമ്പായിരുന്നേ നിങ്ങൾക്ക് എന്തായാലും റിട്ടേൺസ് കിട്ടിയേനെ. പക്ഷേ ഇപ്പം അതല്ല അവസ്ഥ. അപ്പോൾ പാം ജുമേരയാണെങ്കിലോ? അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ദുബായിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺസ് എടുക്കാൻ കൂടുതൽ ചാൻസസ്? ഞാനിപ്പോൾ ഒരു 5 ലൊക്കേഷൻസ് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും 200% റിട്ടേൺസ് ഉറപ്പാണ്. നമ്പർ 5 ദുബായ് സൗത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെയാണ് വരാൻ പോകുന്നത്. 4th പൊസിഷനിലുള്ള ദുബായ് ക്രീക്ക് ഹാർബർ. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടവർ, അതായത് ക്രീക്ക് ടവർ വരാൻ പോകുന്നത്. 3rd പൊസിഷനിൽ വരുന്ന പാം ജബൽ അലി. ഇവിടെ പാം ജുമേറയുടെ 3 ഇരട്ടി സൈസ് ആയതുകൊണ്ട് റിട്ടേൺസും അതേപോലെ തന്നെ ആയിരിക്കും. 2nd പൊസിഷനിലുള്ള DLRC. ഇതിന്റെ ഏറ്റവും അടുത്തായിട്ട് 28+ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുകൂടാണ്ട് ദുബായ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്യാൻ പോണ DSO ഇതിന്റെ തൊട്ടടുത്താണുള്ളത്. 1st പൊസിഷനിൽ E611. അതായത് എമിറേറ്റ്സ് റോഡിനടുത്തുള്ള ഏത് ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല റിട്ടേൺസ് കിട്ടും. കാര്യം അത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആണ്. സോ നിങ്ങൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വേഗം കമന്റ് ബോക്സിൽ ഇൻവെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇൻസൈറ്റ്സ് പങ്കുവെക്കുന്നതായിരിക്കും.